അതുകൊണ്ടാണല്ലോ ഈ താലിമാല എന്റെ കൈ വന്നത്. നിന്റെ ആഗ്രഹത്തിന് ഇനി ഒരു തടസ്സവും. എന്റെ അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ താലിമാല എങ്ങനെ അമ്മയുടെ കൈ വന്നത്? സമ്മർദ്ദം ഒരു തന്നതാണോ, അതോ അമ്മ മോഷ്ടിച്ചാണോ? പിന്നെ മാല മോഷ്ടിക്കലല്ല എന്റെ പണി. ഇത് അവളുടെ കഴുത്തിന്ന് താനെ ഊരി വീണതാ. എന്തു പറ്റി മോളെ? അമ്മ, എന്റെ മാല താഴെ വീണുപോയി. ഈശ്വര, നോക്കട്ടെ. കൊള്ളാം. കൊളുത്തൂരി മാലയൊന്ന് താഴെ വീണതിനാണോ അമ്മ ഇത്രയും വലിയ കഥയുണ്ടാക്കിയത്? അമ്മ തലയിങ്ങന്ന് ഇങ്ങ് താമേ. നീ എന്തു പറയുന്നു? ഇത് ദൈവം കാണിച്ചു തന്ന ഒരു നിമിത്തമാ. സമ്മതമാണോ നിമിത്തമാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ദൈവം നൽകുന്ന സൂചനകൾ മനസ്സിലാക്കി പെരുമാറേണ്ടത് നമ്മള് മനുഷ്യരാ. എന്തായാലും അവളുടെ കഴുത്തിന്ന് പഴയ താലി ഇറങ്ങി. ഇനി നിന്റെ താലി വേണം അവളുടെ കഴുത്തി കെട്ടാൻ. ഒരു കാര്യം ചെയ്യ്, വേഗം ആശുപത്രിയിലേക്ക് കെട്ടിയെടുക്ക്. അല്ലാതെ എന്ത് ചെയ്യാൻ? എഴുന്നേൽക്കാൻ അനിതേ. അമ്മ, എന്താ മോളെ? അമ്മ, ആ മാല ഇങ്ങ് തിരിച്ചു തന്നേക്കും. മോൾ എന്തായി പറയുന്നത്? ഇത് മാറ്റി വാങ്ങാന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? പക്ഷേ ഇത് മാറ്റി വാങ്ങാൻ എനിക്ക് തീരെ തോന്നുന്നില്ലമ്മ. എന്റെ മനസ്സ് മുഴുവനും ഈ താലിയിൽ കുടുങ്ങി കിടക്കുന്ന പോലെ. ഒരിക്കലും കഴുത്തിലണിയിച്ച താലി മാറ്റിയിടുന്നത് സ്വന്തം ഭർത്താവിനെ മാറ്റിവെക്കുന്ന പോലെയല്ലേ? അതുകൊണ്ട് എനിക്ക് പുതിയ മാലയൊന്നും വേണ്ടമ്മോ. എനിക്ക് എന്റെ പഴയ താലി തന്നെ മതി. ഒരിക്കൽ ഈശ്വരൻ ഈ താലിയിലൂടെ ചേർത്ത് വെച്ച ബന്ധം മരണത്തോട് മാത്രമേ പിരിയൂ. അതുകൊണ്ട് അമ്മ അതിന് തന്നേക്ക്. ഇതൊക്കെ പവിത്രമായിട്ടുള്ള കാര്യങ്ങളല്ലേ? താലിമാല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരാളുടെ കഴുത്തിൽ വീണ മരിക്കുവോളം അത് അവിടെ തന്നെ ഉണ്ടാവണം.
നഷ്ടപ്പെട്ടൊരു ആത്മബലം എനിക്കിപ്പൊ തിരിച്ചു കിട്ടി. എനിക്കിത് മതി. ഉം. ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. ടൗണിൽ പോകുമ്പോ ഏതെങ്കിലും ജ്വല്ലറിയിൽ ഒന്ന് കയറണം. ഇതിന്റെ കൊളുത്തിന് ചെറിയൊരു അയവുണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും ഉണ്ടെങ്കിൽ വീണുപോയാലും. എനിക്ക് ഇതിനി കളയാൻ വയ്യ.